ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അബുദാബിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ച് ഉണ്ട് കേട്ടോ. മിർഫ ബീച്ച് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ നമ്മൾ ബീച്ച് കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന അടുത്ത് നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ അവിടേക്ക്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച തിരിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അപ്പൂസാണെന്നുണ്ടെങ്കിൽ ഇതേ കണ്ണാടേക്കൂടെ നോക്കാണ്ട് പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ നല്ല രസമാണല്ലോ. നല്ല രസമാണ് കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, ചേച്ചി ഇപ്പോൾ അവിടെ എങ്ങനെയുണ്ട്, യുദ്ധത്തിൻ്റെ അതൊക്കെ മാറിയോ, നിങ്ങൾ സേഫ് ആണോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ എനിക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് കേട്ടോ മെസ്സേജസ് ഒക്കെ വരുന്നത്. എന്നെ പേഴ്സണലി അറിയാത്തവരാണ് കൂടുതൽ എന്നോട് മെസ്സേജ് അയക്കി ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം അതൊക്കെ കാണുമ്പോൾ. ഞങ്ങളിവിടെ സേഫാണ് ഗൈസ്. ഇവിടെ അങ്ങനെ പ്രോബ്ലം ഉള്ള സ്ഥലമൊന്നുമല്ല കേട്ടോ. ഇവിടെ ഭയങ്കര സേഫാണ്. പിന്നെ ഈ ഒരു കൺട്രിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ അടിപൊളിയുണ്ട്, ഭയങ്കര പവർഫുള്ളാണ്. അതെനിക്കിവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടോ. ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് കേട്ടോ ഇത്. നമുക്ക് അവർ കറക്റ്റ് സമയത്തൊക്കെ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അലർട്ടുകളൊക്കെ തരും കേട്ടോ. ഇപ്പം ഇങ്ങനെ അലർട്ടുകളൊന്നും വരുന്നില്ല, കാരണം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഈ പ്രദേശത്തൊന്നും വലിയ കുഴപ്പം കാണാനില്ല. അപ്പോൾ ഇങ്ങനെ അധികം നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാറില്ല കേട്ടോ, കാരണം ഈ ഒരു സമയം ആയതുകൊണ്ട് കുഴപ്പങ്ങളൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അധികം ഇറങ്ങാറില്ല. പിന്നെ ഇന്നൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ പുറത്ത് പോയത്. എത്ര നേരം എന്ന് വെച്ചിട്ട് വീട്ടിലിരിക്കുക, അധികം ദൂരത്തേക്കൊന്നല്ല, എന്നാലും ഒരു 3/4 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. പിന്നെ ഈ പരിസരത്തൊന്നും അധികം ആൾക്കാരില്ല കേട്ടോ, കാരണം ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കും. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കരുതെന്ന്. ഞങ്ങളപ്പോൾ അങ്ങനെ ദൂരെ അങ്ങനെ പോകാറില്ല കേട്ടോ. ഇപ്പം ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വന്നതാണ്. അങ്ങനെ ഗൈസ്, നമ്മളതേ മിർഫ ബീച്ചിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബീച്ചാണ് കേട്ടോ. ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ, അത് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. നല്ല രസമാണ്, ഭയങ്കര അടിപൊളി കാറ്റ് ഗൈസ്. ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ നല്ല വ്യൂ, അതേപോലെ തന്നെ നല്ല രസം ഇവിടെ നിൽക്കാനായിട്ട്. പിന്നെ എന്താ ആരും ഇല്ല കേട്ടോ. ഇപ്പോൾ ഈ ബീച്ച് ഭയങ്കര പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ നമ്മുടെ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് ആരും അങ്ങനെ അധികം പുറത്തിറങ്ങാത്തത് കൊണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നൊയിമ്പ് തുറക്കുന്ന ടൈമൊക്കെ ആയല്ലോ, ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇവിടെ ഇപ്പോൾ അധികം ആൾക്കാരില്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് കേട്ടറിവ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ് ഗൈസ്. അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട്, ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ള കാറ്റും അടിപൊളി. അപ്പോൾ ദേ അപ്പൂസിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൂസൂട്ടൻ ഫുൾ ടൈം ആ വെള്ളത്തിൻ്റെ അവിടെ പോയി കളിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളിതേ ഒന്ന് ബീച്ചിലോട്ട് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ, കാരണം ഭയങ്കര ചെളിയിൽ മുങ്ങി കിടക്കുകയാണ് ബീച്ച്. ഭയങ്കര ചെളിയാണ് കൂടുതൽ. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും ഓടിച്ചെന്ന് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല. ഓ തണുക്കണ്, രസാണല്ലേ. ഇറങ്ങിപ്പോയാ ഒട്ടും വെള്ളമില്ലല്ലേ. ഞാൻ വീഡിയോയിലും ടി വിയിലൊക്കെ ഉണ്ട് കണ്ടിട്ടുള്ള ഗൈസ്. നമ്മളിങ്ങനെ നീല കളറിലൊക്കെ ഉള്ള കടലുകളുണ്ടല്ലോ, അങ്ങനെ. ഇപ്പോൾ ഇത് നേരിട്ട് കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ക്യാമറയിൽ കൂടെ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ പച്ച കളർ, അതേപോലെ നീല കളറുള്ള കടലാണ് കേട്ടോ. സൈഡിലിങ്ങനെ ഇളം പച്ച കളറിലും അപ്പുറത്തങ്ങനെ നീല കളറിലാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ചെളിയാണ്. അങ്ങോട്ട് കുറച്ചങ്ങോട്ട് അകലെയാണ് കേട്ടോ നമ്മുടെ കടൽ വരുന്നത്. നമുക്കിവിടുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ട് ചെളിയാണ്. നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ചെടിയിലങ്ങോട്ട് താഴ്ന്നു പോകും. പിന്നെ ആരും ഇറങ്ങില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ കടലുകളിൽ ഇങ്ങനെ അധികം ആൾക്കാർ ഇറങ്ങില്ല എന്ന് എനിക്ക് തോന്നണം കേട്ടോ. എനിക്കറിയില്ല, ഇപ്പോൾ ആൾക്കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. ഉള്ളപ്പോൾ ചിലപ്പോൾ ഇറങ്ങുമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ കടലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട്. ഞാനിങ്ങനെ നടക്കുമ്പോൾ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിക്കൊക്കെ വരാൻ കേട്ടോ. പിന്നെ പത്രകളിയുടെ പോലൊക്കെ കണ്ട മുടിയൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫ്രണ്ടിക്ക്. നമ്മൾ ബാക്കിലോട്ട് ഇടുന്തോറും ഫ്രണ്ടിക്കാണ് മുടി വരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നല്ല രസമാണ് ഗൈസ് ഇങ്ങനെ നടക്കാനായിട്ട്, ഒരു രസം ഇങ്ങനെ. പിന്നെ ആരുമില്ലല്ലോ, നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കാം അങ്ങനെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സ്ഥലം വന്നിട്ട്. അടിപൊളി വ്യൂ, അതേപോലെ അടിപൊളി ക്ലൈമറ്റ്. പിന്നെ എന്താ മഴയ്ക്ക് ചാൻസ് ഉണ്ടോ എന്നൊരു സംശയം, കാരണം ഭയങ്കര തണുത്ത കാറ്റുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ ഒരു ക്ലൈമറ്റ് ആയിരിക്കാം, കടലല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ
സീ വന്നിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കുന്നു. ഒരു പച്ച കളറിലൊക്കെ നിങ്ങൾക്ക് തോന്നണില്ലേ, നീല കളറ് പച്ച കളറിലൊക്കെ ഒരു പകുതി പച്ചയും പകുതി നീലയും അങ്ങനത്തെയാണ്. ഈ ഒരു ചെടി നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ നാട്ടിൽ ഈ പാടത്തും അതേപോലെ കനാലിൻ്റെ ഒക്കെ വരുമ്പത്തൊക്കെ നിൽക്കുന്ന ആ ഒരു പുല്ലുണ്ടല്ലോ, അതാണ് കേട്ടോ. ആ സൈഡ് ഫുള്ളും ആ ഒരു പുല്ലാണ്. പിന്നെ ഇപ്പുറത്ത് ഇതെന്തൊരു സംഭവം എനിക്കറിയില്ല. ഇതും ഈ ഒരു ചെടിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. ഇവിടെ ഫുള്ളും കൂടുതൽ ആ ഒരു ചെടിയും ആ ഒരു പുല്ലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ രാത്രി ആവാറായിട്ടുണ്ട്. അടിപൊളി സീനറി ഇട്ട് കാണാൻ നല്ല രസമാണ്. കാണാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും. സൂപ്പർ സ്ഥലം കേട്ടോ. രാത്രി നമ്മളിങ്ങനെ ലൈറ്റൊക്കെ ഇടുമ്പോഴാണ് ഭംഗി വരാം. അടിപൊളി സ്ഥലം കേട്ടോ. അല്ല അതല്ല അല്ല ഇങ്ങോട്ട് തിരിയണ്ട, അങ്ങോട്ട് നടന്നാൽ മതി. അവിടെ നിൽക്ക് പതുക്കെ. ക്ലിയറുണ്ട് ക്ലിയറുണ്ട്. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇവിടെ നിന്നുള്ള കിലോമീറ്റർ ആണ് കേട്ടോ ആ ഒരു കൺട്രിയിലോട്ട്. ഇത് ബെയ്ജിങ്ങിലോട്ടുള്ള കിലോമീറ്റർ ആണ് കേട്ടോ സംഭവം. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. ഓരോ ഇത് ഇടവിട്ട് ഓരോ കൺട്രിയിലോട്ടുള്ള കിലോമീറ്ററുകൾ ഇങ്ങനെ മെൻഷൻ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു സംഭവമാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഇത് ടോക്കിയോട്ടുള്ള കിലോമീറ്ററാണ്. 8168 കിലോമീറ്റർ കേട്ടോ ഇവിടെ നിന്ന്. സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ. അതൊരു പുതിയൊരു അറിവാണ് കേട്ടോ. ഞാനപ്പോൾ അടുത്തത് ഏത് സ്ഥലം ആണ് നിങ്ങൾ നോക്കി നടക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് വന്നിട്ട് ലണ്ടനിലോട്ടാണ് കേട്ടോ. ലണ്ടനിലോട്ടുള്ള കിലോമീറ്ററാണ് 5450 കിലോമീറ്ററാണ് കേട്ടോ ഈ ഒരു കൺട്രിയിൽ നിന്ന് ലണ്ടനിലോട്ടുള്ള കൺട്രിയിലോട്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ലൊരു കാര്യമാണ് അങ്ങനെ എഴുതി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അടുത്തത് ഏതാ എന്നുള്ള ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് സ്ഥലം വന്നിട്ട് പാരീസാണ് കേട്ടോ. അപ്പോൾ പാരീസിലോട്ടുള്ള കിലോമീറ്റർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് നോക്കിയപ്പോൾ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് റിജുചേട്ടനോട് പറഞ്ഞത് അതൊക്കെ വീഡിയോ എടുക്കുക, അതൊക്കെ ഒരു പ്രത്യേക കാര്യങ്ങളല്ലേ, നമുക്കൊരു അങ്ങനെ എപ്പോഴും കാണുന്നതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അതിനിടയ്ക്ക് അപ്പൂസ് ഭയങ്കര വാശിപ്പെടുത്താറുണ്ട് കേട്ടോ. അവനാണെങ്കിൽ ഒന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര വാശിയായിരുന്നു ഒന്ന്. ഫുള്ളും വാശി, എൻ്റെ വാശി. ഹായ് ഗൈസ്, ഇവിടെ ലൈറ്റൊക്കെ ഇട്ടുമ്പോൾ നല്ല ഭംഗി കാണാൻ. ഫ്ലൈറ്റ് അല്ലേ പോണേ? നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ 1 കിലോമീറ്റർ അമരിലോട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറേ ഉണ്ട് കേട്ടോ സംഭവം. ഇത് അങ്ങോട്ട് നീളത്തിൽ അങ്ങോട്ട് നിവർന്ന് കിടക്കുകയാണ്. നമ്മൾ അവിടേക്കൊന്നും അധികം പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ റിയോജൻ എന്നെ വിളിച്ച് കാണിച്ചതാണ് അത് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് മനാമ എന്ന് പറഞ്ഞ സ്ഥലത്തിലോട്ടുള്ള കിലോമീറ്ററാണ്. 376 കിലോമീറ്റർ കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് എൻഡ് പോർഷൻ കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കടലിലോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല കാറ്റുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും ഒരു 5 മണി ആ ഒരു ടൈം ഉണ്ടല്ലോ, വെയിലൊക്കെ ഒന്ന് ജസ്റ്റ് മാറി
അന്ന് വെയിൽ മാറില്ല എന്നുള്ള ആ ഒരു ടൈം ഉണ്ടാവുമല്ലോ, അപ്പം നല്ല ഭംഗിയായിരിക്കും ഇവിടെ നിന്നുള്ള വ്യൂ കടലിലോട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇപ്പം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നൈറ്റ് ആയി വരാണല്ലോ, രാത്രിയായി വരാണല്ലോ, അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഭംഗി ആ ഒരു ടൈമിലായിരിക്കും. ഇപ്പം ഭംഗിയുണ്ട് കേട്ടോ, കടലങ്ങനെ അധികം നമുക്ക് കാണാൻ പറ്റണില്ല, പക്ഷേ ബാക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ റിട്ടേൺ ആയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പൂസ് ഭയങ്കര വാശിയിലാണ് ഗൈസ്, കണ്ട കൈ വിട്ട് പോവുകയാണ്, അവിടെ ഓടി ഓടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടേക്കൊക്കെ പോവുകയാണ് കേട്ടോ. അവിടെ ഒരു പേള് പോലെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ട് പറയാണ് അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. നമ്മൾ വന്നപ്പോൾ സ്ഥലം ലൈറ്റൊക്കെ കിട്ടുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ്, നോക്കി ലൈറ്റിലാണ് ഇത് കാണാൻ നല്ല രസം. സെൻസർ ആണോ കേട്ടോ? അതെ അതെ സെൻസർ, അവനെ തൊട്ടില്ലേ. ഇത് കണ്ടോ ഗൈസ്, ഇവർ പേളായിട്ടാണ്ടോ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ്, നല്ല ഭംഗിയിട്ടോ കാണാനായിട്ട്. എന്തായാലും അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കിഡിലൻ ലുക്ക് ഇട്ടാ, അടിപൊളി സാധനം. പോകുന്ന വഴിക്ക് നമ്മൾ ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് ചായയൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഇപ്പം നമ്മളൊരു വഴിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വയറൊക്കെ ഫുള്ളാണ്, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാണ്ട് തിരിച്ച് പോകാമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അധികം നമ്മൾ വീട്ടിലോട്ട് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണ്ടെന്ന് ഞാൻ വിചാരിക്കണം. ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, അതേപോലെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ തിരിയും വരാം ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലും അടുത്ത വ്ളോഗിലൊക്കെ കാണാം. നിങ്ങളെല്ലാവരും സേഫായിട്ടും സുഖമായിട്ട് ഇരിക്കണു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ.